ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2025 ആദ്യ ഹിറ്റ് സിനിമ ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായെത്തിയ മിസ്റ്ററി ത്രില്ലർ സിനിമയായിരുന്നു രേഖാചിത്രം. പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രമാണ് ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റ്. 10 കോടിക്ക് താഴെ ബഡ്ജറ്റിൽ വന്ന ചിത്രം കേരളത്തിൽ നിന്ന് 15 കോടി 52 ലക്ഷം രൂപയും ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 36 കോടി 3 ലക്ഷം രൂപയും സ്വന്തമാക്കിയാണ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിട്ടുള്ളത്. ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ത്രില്ലർ സിനിമയായിരുന്നു ഐഡന്റിറ്റി. 12 കോടിയോളം ബഡ്ജറ്റിൽ വന്ന സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് 8 കോടി 53 ലക്ഷം രൂപയും ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 15 കോടി 60 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ചിത്രം ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ വേൾഡ് വൈഡായിട്ട് 100 കോടി കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ കളക്ഷൻ ഏകദേശം ഫൈനൽ വരെ എത്തി നിൽക്കുകയാണ്. 102 കോടി രൂപയോളമാണ് ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. ഫെബ്രുവരി മാസം തന്നെ OTT റിലീസ് ആകുന്ന സിനിമയ്ക്ക് കളക്ഷനിൽ ഇനി വലിയ ഹൈ കിട്ടാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം 105 കോടി റേഞ്ചിലാകും സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ബേസിൽ ജോസഫും സൗബിൻ ഷാഹിറും ഒക്കെ പ്രധാന വേഷത്തിലെത്തിയ കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പ്രാവിൻകോട് ഷാപ്പ്. കഴിഞ്ഞ ദിവസം റിലീസായ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ 1 കോടി 35 ലക്ഷം രൂപയും വേൾഡ് വൈഡായിട്ട് 3 കോടി രൂപയ്ക്കടുത്തും സിനിമയ്ക്ക് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.